ഞാൻ സ്വപ്നം കണ്ട കിനാശ്ശേരി ഇതാ എൻ്റെ ഈ ടെറസിൻ്റെ മുകളിലുണ്ട് കേട്ടോ. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് ആവശ്യമുള്ള ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അതൊരു കരിവേപ്പിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് പോയി പറിച്ചിട്ട് വരുമ്പോൾ കിട്ടുന്ന സന്തോഷമൊന്നും വേറെ അല്ലേ. അപ്പം അങ്ങനെ അമ്മയുടെയും കൂടെ സപ്പോർട്ടിലാട്ടോ ഇങ്ങനെ സംഭവം ഇപ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയത്. അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മ പണ്ട് കുറേ നാളൊക്കെ മുമ്പ് ഇടയ്ക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് അതൊക്കെ അങ്ങ് നിന്നുപോയി എന്ന് പറയാം. പിന്നെ വീണ്ടും ഇപ്പം ഞാനും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങ് തുടങ്ങിയതാണ്. അപ്പം ഇത് മുകളിൽ കൊണ്ട് വയ്ക്കുക എന്നുള്ളത് പണിയാണ് കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും ചാക്കുകളെല്ലാം ഞങ്ങൾ തൂക്കിയാണ് മുകളിൽ കൊണ്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം വളരെ സ്മൂത്തായിട്ടാണ് ദൈവം സഹിച്ച് പോയിക്കൊണ്ടിരുന്നത്. വേനൽക്കാലം അവസാനിക്കാറായ സമയത്താണ് ഞങ്ങളിത് വയ്ക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മാത്രം റെഗുലറിൽ പോയി വെള്ളം ഒഴിക്കണമായിരുന്നു. പിന്നെ മഴക്കാലം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മിക്കവാറും ദിവസങ്ങളിൽ മേലോട്ട് കയറി പോകാൻ പോലും പറ്റാറില്ല. കാരണം ഭയങ്കര തെന്നലുണ്ടായിരുന്നു ടെറസിൽ. പിന്നെ മഴ വീണുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വച്ച ചെടികളൊന്നും സത്യം പറഞ്ഞാൽ ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. പലതരം മുളകുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മത്തങ്ങ, വെള്ളരി, വെണ്ടയ്ക്ക, അച്ചിങ്ങ, കുക്കുംബർ, ബ്രിഞ്ചോൾ, മുളക് തന്നെ പലതരത്തിലുണ്ട്. വെള്ളരിക്ക കേട്ടോ കൂടുതലുണ്ടായേക്കണം. കുഞ്ഞു കുഞ്ഞുതായിട്ടാണെങ്കിലും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. തക്കാളി ആണെങ്കിലും ഇപ്പോൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് കുക്കുംബർ കണ്ടപ്പോഴാട്ടോ. എന്താണെന്നറിയില്ല, മറ്റേതൊക്കെ നമ്മൾ അധികം എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ കുക്കുംബർ ഉണ്ടാവും ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ അതുണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സാലഡിലൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പം ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നാനുള്ള കാര്യം എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മകളായിരിക്കും. എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഇതുപോലെയാണ്. വല്യമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ എല്ലാം ഉണ്ടാവും. അതായത് അവർ കുറേ കൂടെ കൃഷിയാണ് വല്യമ്മയ്ക്കും വലിച്ചനും. അപ്പം മുളകായിക്കോട്ടെ, അതുപോലെ തന്നെ കപ്പ, ചേമ്പ്, ചേന, മാങ്ങ, ചക്ക, എന്ത് സാധനം വേണമെങ്കിലും ആ പറമ്പിലും വല്യമ്മയുടെ വീട്ടുമുറ്റത്തായിട്ടും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോഴാണ് വല്യമ്മ അടുപ്പത്ത് മറ്റേ തോരൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പറയണേ, പോയി മുളകൊന്ന് പൊട്ടിച്ചുകൊണ്ട് വരാമോ കിണറ്റിൻ്റെ അരയെന്ന് ചോദിക്കും. ഓടിപ്പോയി അത് എടുത്തുകൊണ്ട് വരിക. അപ്പം അത് ഓർമ്മയുള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ വീടിന് ചുറ്റും എല്ലാം ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു തോട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കുട്ടിക്കാലമാണല്ലേ നമ്മളെ ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാവേ. ബൈ ബൈ.